ദുൽഖർ ആക്ടിങ് ചക്രവർത്തി അടി വേറെ ലെവലിൽ ഇருக்கு രണ്ടുപേരും ദുൽഖറിന്റെ അഴിഞ്ഞാട്ടം ആഫ്റ്റർ ഇന്റർവെല്ലിൽ പടം ഒരു ത്രില്ലർ മോഡിലേക്കാണ് പോകുന്നത്. റാണ വില്ലനിസം പോലെയാണ് ട്രെയിലറിൽ കണ്ടത്. പക്ഷെ പടത്തിൽ പുള്ളി ഒരു സെക്കൻഡ് அதாவது படம் எப்படின்னா எதிர்பார்த்து வந்த அளவு இருந்தது. இப்போ அந்த காலத்து ஸ்டோரி தமிழில் தான் அது கொஞ்சம் நல்லா எடுத்துருந்தாங்க. எப்படி இருக்கு துல்கர் ஆக்டிங் சக்கரவர்த்தி அடி வேறு லெவலில் இருக்குது. ரெண்டு பேர் ஆக்டிங்குமே சூப்பராக இருந்தது. அது இப்போ புது ஹீரோயின் அவங்க இதுவுமே அவங்க படம் இப்போ ஃபஸ்ட் டைம் பார்க்க அதுவும் நல்லா தான் இருக்குது. பார்க்கலாம்ல ஒரு ஃபேமிலியாக வந்து பார்க்கலாம். என்டர்டைன்மெண்ட் நல்லா ட்விஸ்ட் இருக்குது. കൊള്ളാം വില്ലൻ പടം. ദുൽഖർ അഭിനയം കൊള്ളാം. ദുൽഖർ പൊളിച്ചടക്കി പൊളി. ഈ അഭിനയ ചക്രവർത്തി എന്നുള്ളത് അങ്ങനെ ഒരു വിളിപ്പേര് വരും. ഓ പിന്നെ ദുൽഖറൊക്കെ തകർത്തു. ദുൽഖറിന്റെ അഴിഞ്ഞാട്ടം അത് തന്നെയാണ്. റാണ എങ്ങനെയുണ്ട്? റാണ വില്ലനിസം പോലെയാണ് ട്രെയിലറിൽ കണ്ടത്. പക്ഷെ പടത്തിൽ പുള്ളി ഒരു സെക്കൻഡ് ഹീറോ തന്നെയാണ്. മൊത്തത്തില് എങ്ങനെയുള്ളൊരു പടമാണ്? ഒരു വാച്ചുള്ള തിയേറ്റർ വാച്ചുള്ള പടം തന്നെയാണ്. പിന്നെ BGM ആണെങ്കിലും ഒരു റെട്രോ ഫീൽ തന്നെ പോയിട്ടുണ്ട്. ദുൽഖറിന് ഇതുവരെ കാണാത്തൊരു ദുൽഖറാണോ? ഇല്ല, ദുൽഖറിന്റെ പഴയ റെട്രോ മോഡേൺ ദുൽഖറിലും പിടിച്ചിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ഒരു പീക്ക് ആക്ടിങ് അത് തന്നെ. നല്ല പെർഫോമൻസ് ആണ്. നല്ല സൂപ്പറാണ് പടം. അത് അപ് ടു എൻഡ് നല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. ആഫ്റ്റർ ഇൻ്റർവെല്ലിൽ പടം ഒരു ത്രില്ലർ മോഡിലേക്കാണ് പോകുന്നത്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ പെർഫോമൻസ്, ദുൽഖർ ആ നടി, പിന്നെ എല്ലാവരും, ദുൽഖറിൻ്റെ വൈഫായിട്ട് അഭിനയിച്ചുള്ള പുതിയ കുട്ടി എക്സലൻറ്റ്. മൊത്തത്തിൽ ഒരു അഭിനയ ചക്രവർത്തി എന്നുള്ള ദുൽഖറിൻ്റെ ഒരു പേര് വരും ഇനി ഈ പടത്തിൽ നല്ല പെർഫോമൻസ് ആണ്. അതൊരു എന്താ പറയുക, ഒരു നമുക്കൊരു നാഷണൽ ലെവൽ ഇതിനുള്ള പെർഫോമൻസ് ആണ്. അത് ബെസ്റ്റാണ്. അത് പിന്നെ തമിഴ്നാടിൽ നിന്ന് ഇങ്ങനെ അത് ചെയ്യുന്നതെന്ന് അറിയില്ല. ഇതൊരു 100% ദുൽഖർ പടം കേട്ടോ. ദുൽഖറിൻ്റെ പടമുണ്ട്. ബ്രില്യൻ്റ് പടം എന്ന് വെച്ചാൽ കൊമേഴ്സ്യലായിട്ടൊന്നും നോക്കരുത്. ഇതൊരു ആർട്ട് അതുപോലെ ചെയ്തിരിക്കുന്ന വർക്ക് ചെയ്തിരിക്കുന്ന കിടിലും വർക്ക്. ദുൽഖറിനെ കൊണ്ട് 100% പുള്ളി ഉപയോഗിച്ചിട്ടുണ്ട് ദുൽഖറിനെ. പിന്നെ സമുദ്രക്കനി നമ്മുടെ നായികയായിട്ട്, പിന്നെ എടുത്ത് പറയേണ്ട ജെയ്ക്സിൻ്റെ മ്യൂസിക്, കിട്ടിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് പുള്ളി കൊടുത്തിരിക്കുന്നത്. ഒരു തെലുങ്ക് പടമോ കന്നഡ പടമോ ഇതും തമിഴ് പടമോ ഒന്നും വിചാരിക്കരുത്. ഒരു കൊമേഴ്സ്യൽ ഘടകമേ അല്ല ഇത് അസലൊരു ക്ലാസ് സിനിമ. അത് 100% ദുൽഖറിനെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ദുൽഖർ അതിനൊത്ത പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് കേട്ടോ. 100% ദുൽഖർ പടം വേറെ ലെവൽ. ഇപ്രാവശ്യത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്രാവശ്യത്തെ നാഷണൽ അവാർഡ് ദുൽഖറിന് തന്നെ അതുപോലെ ദുൽഖർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉഗ്രം എല്ലാവരും. റാണ ഒരു ഇച്ചിരി ഇതാണ്, ഒരു ഓവറായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. റാണ ഒരു ഇതാണല്ലോ, ഒരു തെലുങ്ക് പടമാണല്ലോ. അതുകൊണ്ട് ആ റാണയുടെ ആ റോൾ അത് വേണം. അതനുസരിച്ച് വേണം ക്രൈമൊക്കെ വരുമ്പോഴത്തേക്കും. ഏതായാലും 100% ദുൽഖർ പടമാണ്.